ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ 16, ഫ്രാൻസിലെ വിസ്ത അഡലൈഡ്. ഫ്രാൻസിലെ രാജാവായിരുന്ന റുഡോൾഫ് രണ്ടാമൻ്റെ മകളായി വിസ്ത അഡലൈഡ് ജനിച്ചു. പിതാവ് അവളുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രൊവിൻസിലെ ഭരണാധികാരിയുടെ മകന് അവളെ വിവാഹം കഴിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അതനുസരിച്ച് അവളെ രാജകുമാരന് വിവാഹം ചെയ്തു കൊടുത്തു. എന്നാൽ ശത്രു രാജ്യവുമായുള്ള ഏറ്റുമുട്ടലിൽ അഡലൈഡിൻ്റെ ഭർത്താവ് വധിക്കപ്പെടുകയും അവളെ തടവറയിലടയ്ക്കുകയും ചെയ്തു. റോമിൻ്റെ ചക്രവർത്തി ഓട്ടോ ഒന്നാമൻ അഡലൈഡിനെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് വിവാഹം കഴിച്ചു. അവൾ കൊട്ടാരത്തിൽ രാജ്ഞിയായി വസിച്ചു. ഓട്ടോ ഒന്നാമൻ്റെ മരണശേഷം അവളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. ഈ സമയമൊക്കെയും ക്ലൂണിലെ ഒരു ആശ്രമത്തിൽ പൂർണ്ണമായും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു അവളുടെ ജീവിതം. ആശ്രമ ജീവിതം അവളെ പുതിയൊരു സ്ത്രീയാക്കി മാറ്റി. ദൈവസ്നേഹം അവൾ അനുഭവിച്ചറിഞ്ഞു. രാജ്ഞിയായിരുന്നിട്ടും ആശ്രമത്തിൽ അവൾ സന്തോഷപൂർവ്വം ജീവിച്ചു. ആശ്രമവാസികൾക്കെല്ലാം ആശ്വാസമേകാൻ അവൾക്ക് സാധിച്ചു. എന്നാൽ റീജന്റ് ആയിരുന്ന തെയോഫാന മരിച്ചതോടെ ആ സ്ഥാനം ഏറ്റെടുക്കാൻ അഡലൈഡ് കൊട്ടാരത്തിലെത്തി. കൊട്ടാര ജീവിതത്തിലും അവൾ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് കുറവൊന്നും വരുത്തിയില്ല. തൻ്റെ അധികാരം ഉപയോഗിച്ച് പാവങ്ങളെ സഹായിക്കുകയും രോഗികൾക്ക് ആശ്വാസം പകരുകയും അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തു. നിരവധി ആശ്രമങ്ങളും ദേവാലയങ്ങളും സ്ഥാപിച്ചു. ഓട്ടോ മൂന്നാമൻ ഭരണമേറ്റപ്പോൾ ക്ലൂണിലെ ആശ്രമത്തിലേക്ക് അവൾ മടങ്ങിയെത്തി. അവിടെ വെച്ച് 68-ാം വയസ്സിൽ അഡലൈഡ് മരിച്ചു. പോപ്പ് ഊർബൻ രണ്ടാമൻ 1097-ൽ അഡലൈഡിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധയുടെ ആദരണീയമായ സ്ഥാനത്തിലുപരി അവളൊരു നല്ല ഭാര്യയും അമ്മയുമായിരുന്നു. എപ്പോഴും ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയിരുന്നു. പാവങ്ങളെ സഹായിക്കാൻ ഒരു മടിയും അഡലൈഡ് കാണിച്ചിരുന്നില്ല. കൊട്ടാരത്തിലെ കാര്യദർശിയായിരുന്നപ്പോഴും തൻ്റെ രാഷ്ട്രീയ എതിരാളികളോട് ഒരു പ്രതികാര നടപടിയും അവൾ കാട്ടിയിരുന്നില്ല. വിശുദ്ധ അഡലൈഡിനെ പോലെ നമ്മുടെ സമ്പന്നതയിലും അധികാരത്തിലും മതിമറന്ന് ജീവിക്കാതെ ദൈവ നന്മയ്ക്കായി അവയെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.